ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെമ്പനീർ പൂവിൻ്റെ അടുത്ത ഭാഗം എന്തായെന്ന് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ചാനൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാൻ. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗം എന്തായി നോക്കാം. അപ്പോൾ നമ്മൾ സച്ചിക്ക് അടുത്ത പണി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അതായത് പറഞ്ഞാൽ അവൻ്റെ കാറ് ട്രിപ്പിന് വിളിച്ചിട്ട് കാറിൽ അവർ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന രീതിയിൽ അതിൻ്റെ കൂടെ കുറച്ച് കഞ്ചാവൊക്കെ വെച്ചിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇവർ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ സച്ചിയെ കൊടുക്കാൻ വേണ്ടിയാണ്. അവൻ ചോദിച്ചാൽ കുറച്ച് ഫ്രൂട്ട്സും പലഹാരവുമാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. കൊണ്ടുപോയി കാറിൽ വെച്ചോളൂ. അപ്പോൾ മറ്റേവൻ ചോദിക്കുകയാണ് പോലീസിനെ ഇപ്പോൾ വിളിക്കണമെന്ന്. പോലീസിനെ ഇപ്പോൾ വിളിക്കേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി. അവൻ സിറ്റി വിട്ടതിന് ശേഷം മാത്രം വിളിച്ചാൽ മതി എന്നാണ് അവർ പറയുന്നത്. അവരെ ബോസ് വിട്ടയച്ചിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ കഞ്ചാവും പലഹാരവും വെച്ച കാർട്ടൂണുമായിട്ട് സച്ചിയുടെ കൂട്ടുകാരൻ്റെ അടുത്ത് എത്തി. കൂട്ടുകാരൻ ചോദിക്കുകയാണ് എന്താ ഇതെന്ന്. അപ്പോൾ അവനോട് പറഞ്ഞത് ഇതാ വീട്ടുകാർക്ക് കൊടുക്കാനുള്ള കുറച്ച് പലഹാരമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒന്നിത് ഡിക്കിയിൽ വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞത് അപ്പോൾ ഡിക്കി വന്ന് വെച്ചോ എന്ന് പറഞ്ഞു. അവൻ അറിയുന്നില്ലല്ലോ എന്താ സംഭവമെന്ന്. അവൻ ഇടയ്ക്ക് ചോദിച്ചു എന്താ ഇതിൻ്റെ അകത്തുള്ളതെന്ന്. അപ്പോൾ പറഞ്ഞ് കുറച്ച് പലഹാരമാണ്. പക്ഷേ അവൻ പറഞ്ഞു ഒന്ന് തുറന്ന് കാണിക്കണമെന്ന്. തുറന്ന് കാണിച്ചെടുത്തിട്ട് പറയാണ് അവന് ഇന്നത്തെ കാലത്ത് ആരും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ എന്ന്. നിങ്ങൾ വരുന്നില്ല? ഇല്ല, നമ്മളാരും വരുന്നില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര പേരുണ്ടാവും? ഒരു 4-5 പേരുണ്ടാവും. എന്നാൽ ശരി. അവനിക്കുള്ള വണ്ടിക്കൂലിയും കൂടിയും കൊടുത്ത് അവനെ വിട്ടയച്ചവർ. പിന്നെ കാണിക്കുന്നത് സച്ചിയെ കാത്തിരിക്കുന്ന രേവതിയെയാണ്. അപ്പോൾ രേവതിയെടുത്ത് അച്ഛമ്മ വന്ന് പറയുകയാണ് എന്താ മോളെ അവൻ വന്നില്ലേ? ഇല്ല അമ്മേ, അച്ഛമ്മ വന്നില്ല. അവനെ ഞാനിന്ന് ശരിയാക്കാം എന്ന് പറഞ്ഞ് അച്ഛമ്മ അവനെ ഫോണിൽ വിളിക്കുകയാണ്. സച്ചി പറയുകയാണ് കൂട്ടുകാരെ കൂടെ നിന്നിട്ട് അപ്പോൾ പോന്നില്ലേന്ന് വെച്ച സമയത്ത് അവൻ പറയാണ് അച്ഛമ്മ ഒന്ന് വിളിച്ചോട്ടെ എന്നിട്ട് പോകാം. അപ്പോഴാണ് കോൾ വന്നത്. അപ്പോൾ പറയാണ് പറഞ്ഞു തീർന്നില്ല, അതിനു മുമ്പേ തന്നെ അച്ഛമ്മ വിളിച്ചു. അച്ഛമ്മേ, നീ എന്താടാ കരുതിയത്? നിൻ്റെ ഇഷ്ടത്തിന് തോന്നിയ പോലെ നടക്കാമെന്നോ? ഇല്ല അച്ഛമ്മ, ഞാനങ്ങനെ നടക്കുന്നൊന്നുമില്ല, നമ്മളൊക്കെ ഇവിടെ ഇരുന്നിട്ടാണുള്ളത്. ഒന്നും ഇല്ല അച്ഛമ്മേ, ഇവിടെ കൂട്ടുകാരുടെ കൂടെ ഇരുന്നപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. അതെല്ലാം പോട്ടെ, നിന്നോട് എത്ര മണിക്ക് വരണം എന്നാ പറഞ്ഞേ? 5 മിനിറ്റ് കൊണ്ട് നീ വീട്ടിൽ എത്തിയിരിക്കണം. എന്തിനാ അച്ഛമ്മ 5 മിനിറ്റ്? ഇതാ ഞാനിപ്പോൾ തന്നെ എത്തി. അവൻ ഇപ്പോൾ വരും കേട്ടാ. അതും പറ അച്ഛമ്മ പുറത്തേക്ക് പോയി. അല്ല സച്ചി, നീ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങിയോ? പിന്നെ പോയില്ലെങ്കിൽ അച്ഛമ്മ ഇങ്ങോട്ടേക്ക് വരും, അതിന് മുമ്പേ അങ്ങോട്ടേക്ക് പോകണം. എന്നാ സച്ചി നിനക്കിന്ന് രാത്രിയിൽ ഉറക്കമില്ലല്ലോ? എങ്ങനെ മുങ്ങാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക ഞാൻ. ഇതിപ്പോൾ എനിക്ക് പോയേ പറ്റൂ. എടാ, അതിന് നീ തിരക്കായിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ നീ വേഗം പോകാൻ നോക്ക്. കാട്ടിൽ പോയി പുലിയെ പിടിച്ചുകൊണ്ടുവരാമെന്നല്ല അച്ഛമ്മ പറഞ്ഞിരിക്കുന്നതിനോട്. ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാനല്ലേ? എടാ, പുലിയെ പോയി പിടിച്ചുകൊണ്ടുവരാമെന്നേ ഞാൻ പോയി പുലിയെ പോയി പിടിച്ചുകൊണ്ട് വരുവാനും. ഇതിപ്പോൾ എന്തിനാ സച്ചി ഇങ്ങനെ പേടിക്കുന്നേ? ആർക്കാ പേടി? എടാ, ഇതൊക്കെ മനസ്സിന് ഇഷ്ടപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. എല്ലാവരും ചേർന്ന് അവളെ എൻ്റെ തലയിലിട്ടതാ, അല്ലാതെ എനിക്ക് ഇഷ്ടപ്പെട്ട് കെട്ടിയതൊന്നുമല്ല. എല്ലാവരും മനസ്സിന് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണോ കിട്ടുന്നത്? എടാ, നമ്മളെ വീട്ടിൻ്റെ അപ്പുറത്തുള്ള വിഷ്ണു ഉണ്ടല്ലോ, അവൻ കല്യാണം കഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് പറഞ്ഞത് ഇവനെ പോലെ തന്നെ. ഇപ്പോൾ അവന് കുട്ടികളെത്രയെന്നറിയാം? 3 കുട്ടികളായി. 3 കുട്ടികളെന്ന്? എന്താ പറഞ്ഞേ? എടാ, നിനക്ക് ചെവി കേട്ടൂടെ? 3 കുട്ടികളെന്ന്. എടാ, നീ ഒരു കാര്യം, നീ ആദ്യം വീട്ടിൽ പോകാൻ നോക്ക്. അവൻ രേവതി അവളവിടെ കാത്തിരിക്കുന്നുണ്ടാവും. പോയില്ലെങ്കിൽ ഇനി അച്ഛമ്മ പ്രശ്നം ഉണ്ടാക്കും. പോയേ പറ്റുള്ളൂ. എടാ, നീ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലുന്നേ. പോയേക്കാം, അല്ലെങ്കിൽ അച്ഛമ്മ ഇങ്ങോട്ടേക്ക് വരും. എടാ വിഷ്ണു, നീ ഒന്ന് എന്നെ വീട്ടിലേക്ക് കൊണ്ടാക്ക്. വീട്ടിലേക്കൊക്കെ ഞാൻ കൊണ്ടാക്കാം, പക്ഷേ നാളെ പ്രത്യേകിച്ചൊന്ന് കാണണം. എന്തിന്? അല്ല, വിവരങ്ങളൊക്കെ അറിയാൻ നമ്മളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാകും. എല്ലാം വിശദീകരിച്ച് പറയണം. അപ്പോൾ സച്ചിയുടെ കൂട്ടുകാരൻ വണ്ടിയും കൊണ്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അവനോട് പോലീസുകാർ ഇടയ്ക്ക് വെച്ച് പറയുകയാണ് നീ ഒന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയേ, വണ്ടി ഒന്ന് പരിശോധിക്കണമെന്ന്. അപ്പോൾ അവൻ പറയാണ് സാറേ ബുക്കും പേപ്പറും ഒക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത് എന്ന്. അപ്പോൾ അവർ വന്ന് അതടക്കട്ടെ, നീ ആദ്യം ഒന്ന് ഇറങ്ങി ഡിക്കി ഒന്ന് തുറക്കണം. സാറേ, ഞാനൊരു എമർജൻസി ഓട്ടത്തിലാണ് സാർ. എന്താ കാര്യം എന്ന് പറയും. തുറക്കാൻ പറഞ്ഞാൽ തുറന്നാൽ മതി. അപ്പോഴാണ് പോലീസുകാർ കാർട്ടൂൺ വെച്ച് എടുത്തിട്ട് ചോദിക്കുന്നത് എന്താടാ ഇത്? അതിൽ കുറച്ച് ഫ്രൂട്ട്സും പലഹാരങ്ങളും സാറേ. ഒരു വീട്ടിൽ കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോവുക. അപ്പോൾ മറ്റേ പോലീസിനോട് പറയുകയാണ് താൻ അത് തുറന്നു നോക്കുമെന്ന്. പോലീസുകാർ കാർട്ടൂൺ മൊത്തമായിട്ട് തുറന്ന് പരിശോധിച്ച സമയത്താണ് കഞ്ചാവ് കിട്ടിയത്. അപ്പോൾ അവർ പറയുകയാണ് സാർ ഇത് കഞ്ചാവാണ്. അപ്പോൾ സാറ് അവനോട് പറയുകയാണ് ഇതാണോ തൻ്റെ കഞ്ചാവ് ഫ്രൂട്ട്സ്? സാറേ എനിക്കിതൊന്നും അറിയില്ല സാറേ. ട്രിപ്പ് പോകാൻ ഏൽപ്പിച്ചവർ തന്നുവിട്ടത് ഇത് അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിനകത്ത് കഞ്ചാവുണ്ടെന്ന് എനിക്കറിയില്ല സാറേ. കള്ളം പറയുന്നോടാ. നിന്നെപ്പോലെ കുറേ പേരെ കണ്ടിട്ടുണ്ട് സാറേ. എനിക്കിതൊന്നും അറിയില്ല സാറേ, എന്നെ വിശ്വസിക്കും സാറേ. എനിക്കൊന്നും അറിയില്ല ഇത്. ഈ ബോക്സ് എടുത്ത് വണ്ടി കയറ്റി ഈ വണ്ടി കസ്റ്റഡി എടുക്കണം ഇവനെയും.
അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആലോചിക്കുകയാണ്, ഈശ്വര, സച്ചി വണ്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുക. അവനെന്ത് കരുതും, അവനെന്ത് വിചാരിക്കും? ഇപ്പോൾ അവനോട് പറയാണ്, നീ നടക്കടാ പോലീസ് സ്റ്റേഷനിലേക്ക്. സച്ചിയുടെ കൂട്ടുകാരൻ വിചാരിക്കുകയാണ്, സച്ചി എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചൊരു കാര്യമാണിത്, അപ്പോൾ സച്ചി ഇപ്പം എന്ത് കരുതുമെന്ന്. അപ്പോഴാണ് ഒരുത്തനൊരു കാറുമായിട്ട് മറികടന്ന് പോയത്. അപ്പോൾ പോലീസുകാരോട് നിർത്താൻ വേണ്ടി പറയുന്നുണ്ട്, പക്ഷെ അവൻ നിർത്തുന്നില്ല. എടാ നിർത്തടാ എന്ന് പറയുന്നുണ്ട്, പക്ഷെ അവൻ നിർത്താതെ സ്പീഡടിച്ച് പോവുകയാണ്. അപ്പോൾ അവൻ മറ്റുള്ള പോലീസുകാരോട് പറയുകയാണ്, വണ്ടി എടുക്കുക എന്ന്. പിന്നെ കാണിക്കുന്നത് രേവതിയുടെ കാത്തിരിപ്പാണ്. രേവതി കുറച്ച് സമയമായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. അതിൻ്റെ ഇടയിൽ പാർവമ്മയ്ക്ക് വന്നിട്ട് പറയാണ്, കലാവതി അമ്മേ, സച്ചിയെ ഇതുവരെ കണ്ടില്ലല്ലോ. അവൻ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്, അവൻ ഇപ്പം എത്തും. മോളെ രേവതി, നീ ഇവിടെ ഇരിക്കുക, അവൻ ഇപ്പം എത്തും. എടാ നിർത്ത്. അപ്പോൾ സച്ചിയും അവൻ്റെ കൂട്ടുകാരനും ബൈക്കിൽ വരികയായിരുന്നു വീട്ടിലേക്ക്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഫോൺ കോൾ വന്നത്. അപ്പോൾ അവൻ പറയുകയാണ്, എടാ നിർത്ത്, എന്താ എങ്ങനെയാ എന്നുള്ള ചോദിക്കുന്നത്. അപ്പോൾ സച്ചി കൂട്ടുകാരൻ്റെ അടുത്ത് പറയുകയാണ്, നീ പേടിക്കാതിരിക്കും, ഞാൻ ഉടൻ വരാം. എടാ വിഷ്ണു, നീ എത്രയും വേഗം വണ്ടി എടുക്ക്. എൻ്റെ വണ്ടിയിൽ ആരോ കഞ്ചാവ് കിടത്തിയാണ്, എത്രയും വേഗം നാട്ടിൽ പോകണം എനിക്കിപ്പോൾ. നീ എന്നെ ഒന്ന് ബസ് സ്റ്റാൻഡിൽ ഇറക്കിയാൽ മതി. കലാവതി അമ്മേ, സച്ചി എവിടെ? അല്ല, നിങ്ങളല്ലേ പറഞ്ഞേ അടുത്ത് തന്നെ ഉണ്ട്, ഇപ്പോൾ പെട്ടെന്ന് വരും വിളിച്ചാലെന്ന്. വരുമെന്നാണ് അവൻ പറഞ്ഞേ, പക്ഷെ എന്താണാവോ ഇങ്ങനെ വൈകുന്നതെന്ന് അറിയില്ല. ഒന്ന് വിളിച്ചു നോക്ക് കലാവതി അമ്മേ. അവൻ ഫോൺ എടുക്കുന്നില്ലല്ലോ, എന്ത് പറ്റിയാവോ? അപ്പോൾ അച്ഛമ്മേനെ പറയാണ്, കൂട്ടുകാർക്കിടയിൽ പെട്ടുകഴിഞ്ഞാൽ അവൻ ഇങ്ങനെയാണ്. അവൻ വരും, എന്നോട് വരാമെന്ന് പറഞ്ഞതല്ലേ, ഇനി അവൻ വരാതിരിക്കില്ല, എന്തായാലും വരും. കലാവതി അമ്മേ, ഇനി എത്ര നേരം കാത്തിരിക്കണം? എനിക്ക് ഉറക്കം ഒഴിച്ചിരിക്കാൻ പറ്റില്ല. എനിക്ക് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളതാണ്. വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് അതിലൊരു സ്ത്രീ പുറത്തേക്ക് പോയി. വേറൊരു സ്ത്രീ വന്ന് പറഞ്ഞു, കലാവതി അമ്മേ, വീട്ടിൽ കുമാരേട്ടൻ തനിച്ചേ ഉള്ളൂ, എനിക്ക് ഭക്ഷണം കൊടുക്കണം, ഞാനും ഇറങ്ങുക. പാർവമ്മ പറഞ്ഞു, അതേ, ഞാൻ പോയിട്ടൊന്ന് നോക്കിയിട്ട് വരാം, കൂട്ടുകാർക്ക് കൂടെ സച്ചി ഇരിക്കുന്ന സ്ഥലമൊക്കെ എനിക്കറിയാം. അപ്പോൾ അച്ഛമ്മ പോയിട്ട് വാ. അച്ഛമ്മ റൂമിലേക്ക് വന്നിട്ട്, മോളെ, ഈ സച്ചി എന്താ ഇങ്ങനെയൊക്കെ കളിക്കുന്നത്? മണിയറൊക്കെ ഒരുക്കി എല്ലാവരും കാത്തിരിക്കുന്ന കാര്യം അവനിക്ക് അറിയാവുന്നതല്ലേ. വിഷമിക്കുന്നൊന്നുമില്ല അച്ഛമ്മേ, എനിക്ക് ആദ്യമേ അറിയാവുന്ന കാര്യമല്ലേ ഇതൊക്കെ. അവർക്ക് കുടുംബമായിട്ട് ജീവിക്കണമെന്നൊന്നും ഒരാഗ്രഹവും ഇല്ല. ഭാര്യയും കുട്ടികളൊക്കെ ആയിട്ട് സന്തോഷത്തോടെ കഴിയണമെന്നുള്ള ഒരു കൊതിയും ഇല്ല. അല്ല മോളെ, അവൻ. അപ്പോൾ അവൾ തിരിഞ്ഞെന്ന് പറയാണ്, അച്ഛമ്മ നിർബന്ധിച്ചത് കൊണ്ട് സമ്മതിച്ചെന്നേ ഉള്ളൂ. ഇത് ഇന്ന് നടക്കൂലെന്ന് ആൾ നേരത്തെ തീരുമാനിച്ച് ഉറപ്പിച്ചതാ. അവൾക്ക് സങ്കടമായി. അവൾ പറഞ്ഞു, എത്ര തവണ എന്നെ പറ്റിച്ചു, എന്നിട്ടും വെടിയായി ഞാൻ ഒരുങ്ങി നിന്നു. മോള് വിഷമിക്കണ്ട, അവൻ വരും, ഞാൻ പറഞ്ഞ അവൻ വന്നിരിക്കും. അച്ഛമ്മയും ഞാനും പറഞ്ഞാൽ എല്ലാം അനുസരിക്കും എന്നല്ലേ പറയുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ജീവിക്കാനുള്ള കാര്യവും അച്ഛമ്മ പറയേണ്ട ആവശ്യമുണ്ടോ? അതൊക്കെ സ്വയം മനസ്സറിഞ്ഞ് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ. പൂക്കളൊക്കെ നിറച്ച് സാരിയൊക്കെ ഉടുത്ത് മണിയറയൊക്കെ ഒരുക്കി ഞാനിങ്ങനെ കാത്തിരിക്കുന്നത് 3ാമത്തെ തവണ അച്ഛമ്മ ഇത്. ഓരോ തവണയും എന്നെ പറ്റിച്ചു, അതിന് എന്തെങ്കിലും കാരണവും പറയും. ഇവിടെ വന്നതിന് ശേഷം ആളാകെ മാറി, എന്നോട് സ്നേഹമുണ്ടെന്നും എനിക്ക് തോന്നി. ഇത്തവണ പറ്റിക്കില്ല എന്ന് കരുതി, അതാ ഞാൻ വേഷവും മാറ്റിയിട്ട് വീണ്ടും ഒരുങ്ങി നിന്നത്. ഒരു ദുരന്ത നാടകം പോലെയായി ജീവിതം. അതിൽ വെടിവേഷം കെട്ടുന്ന ഒരാളാണ് ഞാൻ. അല്ലേ അച്ഛമ്മേ? ഏയ്, അങ്ങനെയൊന്നും പറയല്ലേ മോളെ, എല്ലാം ശരിയാവും. അവൻ വരുമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് ഇപ്പോഴും പറയുന്നത്. അച്ഛമ്മ അവളുടെ അടുത്ത് വീണ്ടും വന്നിട്ട് പറയാണ്, മോളെ, സച്ചിയെ അന്വേഷിച്ചിട്ട് പോയ പാറുവിനെയും കാണുന്നില്ല, ഞാൻ പോയിട്ട് ഒന്ന് അന്വേഷിച്ച് നോക്കിയിട്ട് വരാം. വേണ്ട അച്ഛമ്മേ, വേണം, അവനെ ഞാൻ കയ്യോടെ പിടിച്ചു കൊണ്ടുവരാം. അതിലൊരുത്തൻ വന്നിട്ട് പറയാണ്, അച്ഛമ്മേ എന്ന് വിളിക്കുകയാണ്. അപ്പം അച്ഛമ്മ പറയാണ്, എന്താ നീ തനിച്ച് വന്നേ? അപ്പോൾ സച്ചി എവിടെ? അവൻ വരില്ല അച്ഛമ്മേ. വരില്ലെന്നോ? എന്ത് പറ്റി അവന്? അവൻ കുടിച്ചു കാണുമല്ലേ? നിങ്ങളുടെ കൂടെ കൂട്ടുകൂടിയപ്പോഴേ എനിക്ക് തോന്നിയതാ, നിങ്ങളെല്ലാം കൂടി കുടിപ്പിച്ച് കിടത്തിയിരിക്കും അവനെ അവിടെ. അവനിവിടെ ഇല്ല, അവൻ നാട്ടിൽ പോയിരിക്കുക അച്ഛമ്മേ. നാട്ടിൽ പോയെന്നോ? അവൻ നാട്ടിൽ പോയ അച്ഛമ്മേ. എപ്പോഴാണ് പോയേ? ഇപ്പോൾ കുറച്ച് സമയമായിട്ടേ ഉള്ളൂ പോയിട്ട്. ഞാനാ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി ഇട്ടത്. ബസ്സിലാണ് പോയതവൻ. എന്തിനവൻ പോയത്? അവനെന്താ പെട്ടെന്ന് പോയത്, അതും എന്നോടൊന്നും പറയാതെ? ഞാൻ ഫോൺ വിളിച്ചപ്പോൾ ഇപ്പോൾ വരാമെന്നല്ല പറഞ്ഞത്. അപ്പോൾ രേവതി പറയാണ്, അച്ഛമ്മേ, ഒഴിവാക്കാൻ വേണ്ടി കളവ് പറഞ്ഞതാ. ഇവിടേക്ക് വന്ന അച്ഛമ്മ വെറുതെ വിടില്ല എന്നറിയാം, അതാ നാട്ടിൽ പോയിട്ടുണ്ടാവാൻ. അപ്പോൾ അവൻ പറയാണ്, അതൊന്നുമല്ല, അവനിങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് എൻ്റെ ബൈക്കിൽ കയറിയതാ. അപ്പോഴാണ് നാട്ടിൽ നിന്നും മഹേഷിൻ്റെ വിളി വന്നത്. അവനാണല്ലോ സച്ചിയുടെ കാർ ഓടിക്കുന്നത്. അപ്പോൾ കാറിൽ ആരോ കഞ്ചാവ് കടത്താൻ വേണ്ടി ശ്രമിച്ചു. പോലീസ് പിടിച്ചപ്പോൾ അവൻ വണ്ടിയായിട്ട് കടന്നു കളഞ്ഞു. രേവതിയും അച്ഛമ്മയും ഒരുപോലെ ഞെട്ടി.
പോലീസ് വാഹനം പിന്തുടരുന്നുണ്ടെന്നാണ് കേട്ടത്. ഏത് നിമിഷവും അവനും കാറും കസ്റ്റഡിയിലാവും. ഇത് കേട്ടപ്പോൾ അവൻ അടുത്ത ബസ്സിന് തന്നെ നാട്ടിലേക്ക് പോയി. അച്ഛമ്മ പറയണപ്പോൾ, ദൈവമേ, ആരാ ഇത് ചെയ്തത്? എന്തൊക്കെയാ ഞാനീ കേൾക്കുന്നത്? എന്നാലും അവനൊന്ന് ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ട് പോയിക്കൂടെ? കാർ അയാളുടെ ജീവനാണ് എന്നല്ലേ പറയാറച്ചമ്മേ. അതുകൊണ്ട് കാറിന് എന്തെങ്കിലും പറ്റിയാൽ അയാൾക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടായിരിക്കും വേഗം പോയത്. ഇത്രയും നേരം കാത്തിരുന്നത് വെറുതെ ആയല്ല മോളെ. സാരമില്ല, ഓരോ വിധി, അല്ലാതെ എന്ത് പറയാനാ. അച്ഛമ്മേ, ഞാനും നാട്ടിലേക്ക് പോവാന്ന് പറഞ്ഞ് അവളെ തിരിഞ്ഞ്. അപ്പോൾ മോളെ നിൽക്ക്, നിനക്ക് ബോധമില്ലേ മോളെ? അവൻ പോയെന്ന് കരുതി നീയും പോവാണോ? അതും ഈ രാത്രിയിൽ തനിച്ചിട്ട്? അച്ഛമ്മേ, ആളവിടെ ചെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് ഞാൻ കൂടെ തന്നെ വേണം. അതുകൊണ്ടാണ് ഞാൻ പോകാമെന്ന് പറഞ്ഞത്. ചേട്ടാ, എന്നെ ഒന്ന് ബസ് സ്റ്റാൻഡിൽ വരെ ഇറക്കി വിടുവോ? മോളെ പോകണ്ട, ഇത്രയും ദൂരം തനിച്ചെങ്ങനെയാ പോവാ? രാത്രിയിൽ നീ തനിച്ച് യാത്ര ചെയ്യണ്ട. അച്ഛമ്മ പറയുന്നത് അനുസരിക്ക്. അച്ഛമ്മേ, എനിക്ക് പോകണം. പോലീസ് കേസാക്കിയാൽ അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അച്ഛമ്മേ, എനിക്കും കൂടെ പോകണം എന്തായാലും. പാവം, വരാതിരുന്നപ്പോൾ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് തന്നെ അറിയില്ലല്ലോ. അച്ഛമ്മേ, ഞാൻ പോയിട്ട് വരട്ടെ. ശരി, നീ ചെല്ല്. രവിയെ ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. വേണ്ട, ഈ സംഭവം അച്ഛനെ ഇപ്പോൾ അറിയിക്കണ്ട, വിഷമാവും. എന്നാൽ ഞാൻ നിൻ്റെ കൂടെ വരാം, നീ തനിച്ച് പോകണ്ട. അച്ഛമ്മേ, തോട്ടത്തിലും വയലിലും ഒക്കെ ആൾക്കാരുള്ളതല്ലേ പണിക്കാർ. അപ്പോൾ അച്ഛമ്മ വന്നാൽ പണി നടക്കൂല. ഒക്കെ സമയത്ത് ചെയ്യണ്ടേ? അതും ശരിയാ. അവൾ അവനോട് പറഞ്ഞു. ഒന്ന് വെയിറ്റ് ചെയ്യുമോ? ഞാൻ പോയിട്ട് ബാഗ് കൊടുത്തിട്ട് റെഡിയായിട്ട് വരാം. അവൾ റൂമിൽ കയറിയപ്പോൾ അവൾക്ക് വല്ലാതെ വിഷമായി. അവൾ ഓരോന്നും ആലോചിച്ച് റൂമിൽ നിന്ന് തന്നെ ചുറ്റിക്കറങ്ങാണ്. അവനൊരു ഓട്ടോയിൽ കയറിയിട്ട് അവിടെ നിന്ന് പോവുകയാണ് സച്ചി. അപ്പോൾ പറയാണ്, ഏട്ടാ ഒന്ന് വേഗം വിട്, ഇവിടെ നിന്ന് ഷോർട്ട് കട്ടായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനുള്ള? രേവതി ഇറങ്ങാൻ നേരം വീണ്ടും അവനെ വിളിച്ചു. അപ്പോൾ അവൻ ഫോണെടുത്ത് കട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഇതെന്താ ഫോൺ എടുക്കാത്തേ? എന്ത് പറ്റിയോ ആവോ? അത് കഴിഞ്ഞ് അവൾ പറയുകയാണ്, ശ്രീകാന്തിനെ വിളിക്കാമെന്ന് പറഞ്ഞ് അവൾ ശ്രീകാന്തിനെ വിളിക്കുകയാണ്. ശ്രീകാന്തേ. അപ്പോൾ അവൻ പറയാണ്, ചേട്ടനോ ഏട്ടത്തിയോ അച്ഛമ്മയുടെ എത്തിയപ്പോൾ വിളിക്കാറേ ഇല്ലല്ലോ. എങ്ങനെയുണ്ട്, നാടൊക്കെ ചുറ്റിക്കണ്ടോ? ശ്രീകാന്തേ, നിൻ്റെ ഏട്ടൻ വീട്ടിലെത്തിയോ? ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. രാത്രി അച്ഛമ്മയുടെ വീട്ടിൽ നിന്നും പോന്നതാ. ഞാനും പുറകെ പോന്നിരുന്നു. ബസ് സ്റ്റാൻഡിലാണ് ഞാനുള്ളത്. ഞാനിവിടെ എത്തിയിട്ട് കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നത്. എന്ത് പറ്റിയ, നിങ്ങൾ രണ്ടുപേരും പിന്നെയും പിണങ്ങിയോ? അതൊന്നുമല്ല, നിൻ്റെ ഏട്ടൻ്റെ വണ്ടി പോലീസ് പിടിച്ചിരുന്നു. മൗനമായി എല്ലാ കാര്യങ്ങളും അവൾ അവനോട് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ഏത് സ്റ്റേഷനിലാണ് ഇപ്പോൾ വണ്ടിയുള്ളത്? എവിടുത്തെ പോലീസുകാരാണ് മഹേഷിനെ കസ്റ്റഡിയിൽ എടുത്തതെന്ന് അറിയാമോ? എനിക്കൊന്നും അറിയില്ല ശ്രീകാന്തേ. ഞാൻ ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നുമില്ല. എനിക്ക് പേടിയാവുന്നു ശ്രീകാന്തേ. അപ്പോൾ അവൻ പറയാണ്, ഏട്ടത്തി ധൈര്യമായിട്ടിരിക്കും, ഞാനൊന്ന് ഏട്ടനെ വിളിച്ചു നോക്കട്ടെ. എന്തായാലും ഏട്ടത്തി വീട്ടിലേക്ക് ചെല്ല്. ഇല്ല, ഞാനും വീട്ടിലേക്ക് പോകുന്നില്ല. കാരണം അയാളെ എന്തായി എങ്ങനെയായി എന്നൊന്നും അറിയാതെ ഞാൻ വീട്ടിലേക്ക് പോവില്ല. ഞാനിവിടെ നിൽക്കാം. നീ നിൻ്റെ ഏട്ടനെ വിളിച്ചതിന് ശേഷം എന്നെ വിളിക്ക്. ശരി ഏട്ടത്തി, ഞാൻ ഏട്ടനെ ഒന്ന് വിളിക്കട്ടെ. ശരി. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടുത്ത ഭാഗവുമായിട്ട് ഞാൻ നാളെ തന്നെ വരുന്നതാണ്. അതുവരേക്കും സീ യു ഓൾ.